ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഐ പ്രോമിസ് യു ഗൈസ്. ഓക്കെ, സോ ഞാൻ കുറേ വീഡിയോസിന് താഴെ ഞാൻ കാണാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും വരാറുണ്ട്. എങ്ങനെയാണ് ജപ്പാനിൽ പോയത്, ജപ്പാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ഏജൻസി ത്രൂ ആണ് പോയത്. ചില ആൾക്കാർ ചോദിക്കേണ്ടത് JLA പറ്റി പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. സോറി ഗൈസ്, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഐ എം റിയലി സോറി. എനിക്കിതിനൊന്നും ആൻസർ പ്രോപ്പറായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഓരോരുത്തർ വന്ന് ഓരോന്ന് ചോദിക്കുന്നത്. അപ്പം ഇതിനെല്ലാം ഇരുന്ന് കമൻറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് ഐ ജസ്റ്റ് തോട്ട് ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ലേ എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ഞാൻ എങ്ങനെയാണ് ജപ്പാനിൽ വന്നത്, ഞാൻ എന്തിനാണ് ജപ്പാൻ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ജപ്പാനിൽ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് പാസ് ചെയ്യുന്നുണ്ടാവുക. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ജപ്പാനിലോട്ടേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ഞാൻ ജപ്പാനിൽ വരാൻ ആഗ്രഹിച്ച് ജപ്പാൻ പറ്റി പഠിച്ച് ജപ്പാനിലോട്ടേക്ക് വന്നൊരു പേഴ്സണേ അല്ല. വിധി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ബിക്കോസ് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ജപ്പാൻ എന്താണെന്നോ അറിയാണ്ട് വന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു വർഷമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഭയങ്കര എൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഇരുന്നിട്ട് ഗൈസ് ജപ്പാൻ്റെ വരുന്നത് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ ജപ്പാൻ വേർത്ത് അല്ല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നേക്കാളും നല്ലത് എനിക്ക് തോന്നി ഞാൻ ഒന്ന് ഓക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഞാനൊന്ന് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ലൈഫ് ഒന്ന് ഒരു സ്മൂത്ത് വേയിലൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം ഞാൻ ഇത് വന്നിട്ട് എൻ്റെ യൂട്യൂബിൽ പറയുന്നതല്ലേ നല്ലത്. അല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഐ തിങ്ക് നോ. സോ ഞാൻ ജപ്പാനിലോട്ടേക്ക് വരാനുള്ള ഡിസിഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാനഡയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ IELTS പഠിച്ച് IELTS ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് 2 വർഷം കാലയളവോളം. ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്കിംഗ് കൺട്രി ഒന്നും മനസ്സിൽ ചിന്തിക്കാത്തൊരാളായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പെട്ടൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021-ലാണ് 2022-ലാണ് കേട്ടോ. 2022-ൽ ഞാൻ IELTS ക്രാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ വർക്കിന് കയറുന്നു. എല്ലാം ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ കാനഡയിലെ പ്രൊസീജിയേഴ്സ് എല്ലാം ഓൺ ഗോയിങ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വിസ റിജക്റ്റ് ആയി. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ബട്ട് ഇറ്റ് വാസ് ഫോർ എ ഗുഡ് സേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ്സ് വൈ ഐ എം ഹിയർ ഇൻ ജപ്പാൻ റൈറ്റ്ലി നൗ. സോ യെസ്. അപ്പോൾ അതിനുശേഷം എൻ്റെ ജപ്പാൻ ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് 2023-ലാണ്. 2023 ഒരു ജൂൺ ജൂലൈയിൽ ഐ സ്റ്റിൽ റിമെമ്പർ. ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് പ്ലേസിൽ നിന്നാണ് ഞാൻ കോളൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വന്ന ഏജൻസി, അല്ലെങ്കിൽ എന്നെ ജപ്പാനിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് JLA. കോഴിക്കോട് എരണിപ്പാലം സിവിൽ സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് എൻ്റെ ഏജൻസി വരുന്നത്, JLA. അവിടുത്തെ സുബിൻ സെൻസെ ആയിക്കോട്ടെ, സച്ചിൻ സെൻസെ ആയിക്കോട്ടെ, ദേ ആർ സോ അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജപ്പാനിൽ എത്തിയതിന് ശേഷമാണ് ഐ എം ജസ്റ്റ് റിയലൈസിങ് ഓക്കെ ഐ എം ഇൻ ജപ്പാൻ. സത്യം, ദാറ്റ് ഈസ് ദ റിയൽ ട്രൂത്ത്. അതുവരെയും എന്ത് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ബിക്കോസ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വന്ന ഏജൻസി ഇറ്റ് ഇസ് JLA. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ് JLA വരുന്നത്. അപ്പോൾ ഒരുപാട് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമി ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും ട്രസ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫാമിലി ത്രൂ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഏജൻസി അറിയപ്പെടുന്നതും സുബിൻ സെൻസൻ അറിയപ്പെടുന്നതും. അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അനിയത്തിനെ ഞാൻ ജപ്പാനിലോട്ടേക്ക് കൊണ്ടുവന്നത് കേട്ടോ. സോ അറിയാത്ത ആൾക്കാർക്ക് പറയാം, ഞാനും എൻ്റെ സിസ്റ്ററും ജപ്പാനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ യെസ്, അങ്ങനെയാണ്. ഞാനിവിടെ വന്നത് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 1 ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏജൻസി അങ്ങനെയാണ് പിള്ളേരെ വിടുന്നത്. ദാറ്റ് ഇസ് ടു ക്യോട്ടോ ആൻഡ് മിയാസാക്കി. ഞാൻ ജപ്പാനിൽ മിയാസാക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് ദ സദേൺ പാർട്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ വയനാട് അങ്ങനെയൊക്കെ പറയുന്ന പോലെയാണ് ലൈക്ക് ജപ്പാനത്തെ മിയാസാക്കി എന്ന് പറയുന്നത്. മിയാസാക്കി മാംഗോസ് ആർ വെരി ഫേമസ്. അപ്പോൾ മിയാസാക്കിനെ പറ്റി അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്യുക. യെസ്, സോറി ഗൈസ്. അപ്പോൾ എൻ്റെ അനീത്തി വന്നതായിരുന്നു. ഇപ്പം മിയാസാക്കിനെ പറ്റിയായിരുന്നു പറയേണ്ടത്. മിയാസാക്കി ഇറ്റ്സ് വെരി ഫേമസ് ഫോർ മിയാസാക്കി മാംഗോസ് മാത്രമല്ല. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന അറിവ്. പക്ഷേ മിയാസാക്കി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ടോക്കിയോ ഒസക്ക പോലെ അത്രയ്ക്കും ക്രൗഡഡ് അല്ല,
അതുകൊണ്ട് തന്നെ ജാപ്പനീസ് കൾച്ചർ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഏത് കൺട്രി ചൂസ് ചെയ്യണം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ ജപ്പാൻ വേർത്ത് ആണോ, അല്ലെങ്കിൽ ജപ്പാനിൽ എങ്ങനത്തെ പ്ലേസ് നമ്മൾ ചൂസ് ചെയ്തെടുക്കണം, ജപ്പാനിൽ വന്നിട്ട് ജീവിക്കാൻ സുഖം ഏതാണ്, ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്രം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വന്നിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള പ്ലേസ് വന്നിട്ട് മിയാസാക്കിയാണ്. ഞങ്ങൾ ഏജൻസി വിടുന്നത് മിയാസാക്കിയിലോട്ടേക്കും ക്യോത്തോയിലോട്ടേക്കുമാണ്. ക്യോത്തോ ഇസ് ലൈക്ക് ഫോർ മാസ്റ്റേഴ്സ് ആൻഡ് മിയാസാക്കിയിൽ വരുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പിള്ളേരാണ്. നമ്മളിപ്പോൾ ക്യൂഷ്യൂ എന്നാണ് പറയുക മിയാസാക്കി ഏരിയ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സദേൺ പാർട്ടിന് നമ്മൾ ക്യൂഷ്യൂ എന്നാണ് പറയുക. അപ്പോൾ ബേസിക്കലി ഇവിടെ ഏജൻസി ത്രൂ വന്ന എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പായിട്ടും ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരും ജോലി എടുക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരില്ല. നമ്മൾ ഏജൻസി ത്രൂ വന്നിട്ടുള്ള എല്ലാവരും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയിൽ നമ്മുടെ ഇവിടുത്തെ MSG ഗക്കോയിൽ വന്ന്, സ്കൂളിൽ നിന്നാണ് ഗക്കോ എന്നാണ് പറയുക, ഗക്കോയിൽ വന്ന് പഠിച്ച് നമ്മളെല്ലാവരും ജോലിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3 ബാച്ച് പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വന്ന പിള്ളേർ, പിന്നെ ഇപ്പോൾ ഒക്ടോബർ ബാച്ച് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റീസണായിട്ട് വന്നിട്ടുള്ള ഏപ്രിൽ ബാച്ച്. അപ്പോൾ ഇങ്ങനെ 3 ബാച്ചുകാർ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വന്ന ബാച്ചുകാരെല്ലാം പ്ലേസ്ഡ് ആണ്. ഓക്കെ, സോ ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ക്യോത്തോത്തെ കാര്യം എനിക്കറിയില്ല, ഇറ്റ്സ് സെപ്പറേറ്റ്, ഇറ്റ്സ് ബെറ്റ്സും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ലാംഗ്വേജ് സ്കൂളിലോട്ടേക്ക് പിള്ളേർ വിടുന്ന ഏജൻസീസ് നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ വെച്ചിട്ട് എനിക്ക് ആകെ ട്രസ്റ്റബിൾ എന്ന് പറയുന്നത് ഞാൻ ജയിലേ പറയുള്ളൂ, അല്ലാണ്ട് ഒരു ഏജൻസി ഞാൻ പറയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലോ അവിടെ ഇവിടെയൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഏജൻസീസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ജപ്പാനിലോട്ടേക്ക് വരണമെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. ജാപ്പനീസ് ലാംഗ്വേജ് ആ ടെസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ നിൽക്കരുത്. ഇൻസ്റ്റഡ് ഇവിടെ വന്നിട്ട് സംസാരിക്കണം എന്നുള്ളൊരു എയിം വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇത് തന്നെയാണ് ഞാൻ IELTS പഠിപ്പിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരിക്കലും ഇംഗ്ലീഷ് അയ്യോ പഠിക്കണമല്ലോ എന്ന് ചിന്തി പഠിക്കരുത്. ഇൻസ്റ്റഡ് നമ്മൾ അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമല്ലോ, വി ഹാവ് ടു ഹാൻഡിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു സെൻസിൽ സംസാരിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ള ലെവലാണ് എപ്പോഴും പറഞ്ഞത്. അപ്പോൾ അതന്നെയാണ് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുക, സംസാരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ പഠിച്ചോളുക. കാരണം ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ ജാപ്പനീസ് ലാംഗ്വേജ് ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. പാർട്ട് ടൈമിനൊക്കെ പോകുമ്പോഴാണ് ശരിക്കും നമ്മളത് മനസ്സിലാക്കുക. ജാപ്പനീസ് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മിയാസാക്കിയിലോട്ടേക്ക് വിടുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേയിലാണ്. ഒന്ന് ലൈക്ക് SSW സ്കീമിൻ്റെ അണ്ടറിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള സ്കീമിലും വരുന്നുണ്ട്. പിന്നെ കോഴ്സ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 ഇയറും 2 ഇയർ ഡിഫറൻസും ആണ്. 2 ഇയർ കോഴ്സും 1 ഇയർ കോഴ്സും ആയിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്കിവിടെ വരാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് ലാംഗ്വേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. N5, N4, N3, N2, N1 ഇങ്ങനെ 5 ലെവലായിട്ടാണ് ജാപ്പനീസ് ലാംഗ്വേജ് ലെവൽ കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഗക്കോൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയായിരിക്കും ലാംഗ്വേജ് പഠിപ്പിച്ചിരുന്നുണ്ടാവുക. സോ അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാർട്ട് ടൈം എടുക്കാം. ഇനി പാർട്ട് ടൈം എടുത്തിട്ട് നമുക്ക് ഏകദേശം എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയും. നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ലാംഗ്വേജ് മസ്റ്റായിട്ടും വേണം. ഒരു കമ്പനിയിലൊക്കെ ജോലിക്ക് കാരണം N2 ലെവൽ വരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് നമ്മൾ N2 എഴുതിയെടുക്കുന്നെങ്കിൽ അവർക്കൊരു പ്രോമിസ് കൊടുക്കണം. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്കിതിൽ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. ജപ്പാനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് ഭയങ്കര നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ ഏജൻസീൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. സോ ടിക് ആൻഡ് മിയാസാക്കിയിലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഞാൻ വന്നിട്ട് ഇവിടെ 1 ഇയർ ലാംഗ്വേജ് പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പാർട്ട് ടൈമും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ആണ് ആൻഡ് എൻ്റെ അനിയത്തിയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. അതായത് ജപ്പാൻ ഇനി വേർത്ത് ആണോ, ജപ്പാനിൽ വന്ന് പഠിക്കുന്നത് ശരിക്കും നഷ്ടമാണോ, അതോ കുഴപ്പമില്ല ആ ഒരു സെൻസ് ആണോ, പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്തായാലും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലി ചാൻസസ് ആർ ലൈക്ക് വെരി ഹൈ. പിന്നെ ടോക്കിയോ, ക്യോത്തോ ഇതിൽ എവിടെ ചൂസ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ജാപ്പനീസ് കൾച്ചർ ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഏതാണ് സ്ഥലം നല്ലതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് കുറച്ച് ലെങ്തിയർ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. സോ ബൈ.